വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ ബജാജിൻ്റെ ഗോഗോയുടെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ്, സാധാരണ രീതിയിൽ 3 ആളുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന സ്പേസുള്ള വാഹനമാണ് നമ്മളെ ഈ ബജാജിൻ്റെ 7018 എന്ന് പറയുന്ന ഒരു വാഹനം. 240 റേഞ്ചാണെന്ന് തോന്നുന്നു. അതിനേക്കാൾ ടോപ്പ് വേരിയൻ്റായ 300 കിലോമീറ്റർ റേഞ്ചുള്ള പുതിയൊരു വാഹനം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ ആപ്പ ഓട്ടോറിക്ഷ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ഡീസൽ വണ്ടിയുടെ അതേ ഒരു വലുപ്പത്തിലും അതേ ഒരു ലോഡൊക്കെ എടുക്കാൻ പറ്റുന്ന അതേ ഒരു എന്നാൽ കൂടുതൽ മൈലേജ് ഉള്ള ഒരു വാഹനമാണ്. അപ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാമെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അധികം വലിച്ചിട്ടില്ല. നമ്മളിതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മളെ ബജാജിൻ്റെ EV X-Wide എന്ന് പറയുന്ന മോഡൽ. അതിൻ്റെ ആദ്യം നമുക്ക് വാക്ക് അറൗണ്ട് വീഡിയോ ഒന്ന് കാണാം. വളരെ മനോഹരമായിട്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന X-Wide എന്ന് പറയുന്ന ഡീസൽ വണ്ടിയുടെ സെയിം മോഡൽ തന്നെ, അതിനകത്ത് കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. എന്നാൽ EV ആണ്, അതായത് CNG അതേപോലെ തന്നെ ഡീസൽ വണ്ടിയിൽ ഉണ്ടായിരുന്ന അതേ സെയിം മോഡൽ തന്നെ, അതിൻ്റെ അതേ ഡിസൈനിങ് തന്നെ. എന്നാൽ ഇലക്ട്രിക് വാഹനം, ഇലക്ട്രിക് എൻജിൻ അല്ലെ ഇലക്ട്രിക് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. വളരെ മനോഹരമായിട്ട് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നല്ല LED ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്റർ, സൈഡ് ഇൻഡിക്കേറ്റർ, ഒരു കുഞ്ഞ് മുകളിലേക്കുള്ള വളരെ മനോഹരമായിട്ടുള്ള ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സസ്പെൻഷൻ, പിന്നെ ബജാജ് ഗോഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. വൈപ്പർ, പിന്നെ അതേപോലെ തന്നെ കണ്ണാടി. ഈ സാധനങ്ങൾ ഇവിടെയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതിനകത്തുള്ളത് സെയിം കാര്യങ്ങൾ തന്നെ. പിന്നെ സസ്പെൻഷന് കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ്. പിന്നെ ടയർ സൈസ് 130, 80, 12 ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. പിന്നെ പിറകിലത്തെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ പിറകിലത്തെ ടയർ സൈസും സെയിം തന്നെയാണ്. സാധാരണ രീതിയിൽ ഓട്ടോറിക്ഷയ്ക്ക് 3നും ഒരേ ടയർ സൈസ് തന്നെയാണ് വരിക. ഇപ്പോൾ 130, 80, 12 ടയർ സൈസ്. ഇലക്ട്രിക് എന്ന് പറഞ്ഞുള്ളൊരു ബാഡ്ജിങ്. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചവിട്ടി കയറാൻ ഒരു സ്റ്റെപ്പ്. പിന്നെ അതേപോലെ തന്നെ 2 സൈഡിലും ഓപ്പൺ ആണ്, ഒരു സൈഡിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. സാധാരണ രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല അതൊരു എന്താ പറയുക, ഒരു 40-50 സെൻറ്റിമീറ്റർ ലെങ്ത്ത് നമുക്ക് ഈ ഇവിടുന്ന് തൈ സപ്പോർട്ട്, നല്ല തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട്. അതായത് ഇതിനകത്ത് ഇരുന്നിട്ട് കുടുങ്ങിപ്പോകുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവില്ല. സാധാരണ ആപ്പ ഓട്ടോറിക്ഷയിൽ വരുന്ന അതേ ഒരു ഇത് തന്നെ. പിന്നെ സീറ്റ് ഒരു 5 ആൾക്കൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും. 4 ആളാണ് ഇതിൻ്റെ അലോഡ്. എന്നാലും 5 ആളൊക്കെ അനായാസേന ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിൽ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിലെ സൈസ് സെയിം ബജാജിൻ്റെ ഒന്നും X-Wideൻ്റെ അതേ ഇത് തന്നെ, ഇലക്ട്രിക് തന്നെ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ അരിയും ചാക്കും അതേപോലെ സിലിണ്ടർ കുറ്റി കാര്യങ്ങളൊക്കെ കാട്ടാം. പിന്നെ അതേപോലെ തന്നെ സീറ്റ് വേണം നമുക്ക് മറിച്ചിട്ടിട്ട് ഇവിടെ സ്പേസ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ ഇത് സ്കൂൾ ഡ്രൈവിങ്, അതായത് സ്കൂൾ വണ്ടികളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ ഭാഗത്ത് ഒരു സീറ്റ് ഇടാം, അതേപോലെ ഈ സൈഡിലും സീറ്റ് ഇടാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ സ്കൂൾ വണ്ടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വേറൊരു മോഡൽ സീറ്റ് തന്നെ വരുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് വാഹനവും വരുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ കയറാനുള്ള ഇതിൻ്റെ ഈ ഭാഗത്തുണ്ടല്ലോ, ഇവിടുന്ന് സ്റ്റെപ്പ് പോലെ ഇതിൻ്റെ മുകളിൽ ചവിട്ടി കയറാനുള്ള ഒരു സംവിധാനം വരും. ഇവിടെ ജീപ്പിൻ്റെ ഡോറ് പോലെ ആ ഒരു ഡോറ് കാര്യങ്ങളൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഈ വണ്ടി ആവശ്യം 10-20,000 രൂപ എക്സ്ട്രാ വരും. പിന്നെ അതേപോലെ തന്നെ ഓൺ ബോർഡ് ചാർജിങ് ആണ്. ചാർജിങ് ഇവിടെയാണ് വരുന്നത്. ജസ്റ്റ് കാണിച്ചു തരാം. ഇതിനകത്താണ് ചാർജിങ് വരുന്നത്. ഇവിടെ പ്ലഗ് ചെയ്തതിന് ശേഷം ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ 4.5 മണിക്കൂറാണ് ഇതിൻ്റെ ഫുൾ ചാർജിങ് വരുന്നത്. 300 കമ്പനി പറയുന്നത്. അതായത് ഗോഗയുടെ 240 കമ്പനി പറയുന്ന ആ ഒരു 200ൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് ഉണ്ട്, കസ്റ്റമർ ഫീഡ്ബാക്ക് ഉണ്ട്. ഇത് 300 പറയുന്നത്. അപ്പോൾ എന്തായാലും 250 മിനിമം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെയുള്ള ചാർജറിൻ്റെ കൂടെയുള്ള ചാർജർ കേബിൾ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. അതിൻ്റെ കേബിൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കൂടുതലത് വലിച്ചിടുന്നില്ല. ഇപ്പം വളരെ വിശാലമായിട്ടുള്ള, ഇപ്പോൾ സാധാരണ രീതിയിൽ 3-4 ആളുകളൊക്കെ വണ്ടിയിൽ കാറ്റുമ്പോൾ വണ്ടി കുടുങ്ങുകയാണെങ്കിൽ ഇതിനകത്ത് 4 ആളുകൾക്ക് പാസഞ്ചേഴ്സിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആപ്പ ഓട്ടോറിക്ഷ നമ്മൾ കുറച്ചുകൂടി ഒരു ലോഡ് കൂടി വലിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ് ആപ്പ ഓട്ടോറിക്ഷ. അതേപോലെ തന്നെ ലോഡ് വലിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് ഇപ്പോൾ ബജാജിൻ്റെ ഗോഗയുടെ ഈ ഒരു പുതിയ മോഡൽ. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിങ്ങും അതോടൊപ്പം തന്നെ സെയിം വലുപ്പം, മാക്സിമം X-Wideൻ്റെ അതേ വലുപ്പം തന്നെയാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ഇനി ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം.
ഇതിനകത്ത് വരുന്നത് സീറ്റിൻ്റെ 2 സൈഡിലും നമ്മളെ ബ്ലാക്ക് ഫിനിഷിങ്ങോട് കൂടിയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സപ്പോർട്ടിങ് ഇവിടെയും ചെറിയൊരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ ബാക്ക് ഇതൊക്കെ നമുക്ക് സീറ്റ് എല്ലാം ഇത് ഓപ്പണായിട്ട് ഈ രീതിയിലാണ് വരുന്നത്. എക്സ്ട്രാ വർക്ക് ബോഡി വർക്കൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ളിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഇവിടെ ഒരു ചെറിയൊരു സാധാരണ രീതിയിൽ വരുന്ന ഒരു ചെറിയൊരു കുഞ്ഞു ടൂൾ ബോക്സ് വരുന്നുണ്ട്. മറ്റേ നമ്മളെ ഗോഗോയുടെ ഇതിൻ്റെ താഴെയുള്ള മോഡലിനകത്ത് വന്ന അതേ രീതിയിൽ തന്നെയാണ് ഫ്രണ്ട് ഡാഷ്ബോർഡ് വരുന്നത്. ഇവിടെ ചെറിയ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പേഴ്സ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഒരു മീറ്റർ കൺസോൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സി ടൈപ്പ് ചാർജിങ് വരുന്നുണ്ട്. ഇതിൻ്റെ മോഡ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ന്യൂട്രൽ, ഡ്രൈവിങ്, റിവേഴ്സ്, അതേപോലെ തന്നെ മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഡ്രൈവിംഗ് മോഡ് 2 മോഡാണുള്ളത്. ഡ്രൈവിങ്ങിനകത്ത് നമുക്ക് ഒരു യെല്ലോ എക്കണോമി മോഡിലാണെങ്കിൽ ഗ്രീനിനകത്ത് കത്തും. അതേപോലെ തന്നെ ഒരു സ്പീഡ് മോഡിലാണെങ്കിൽ യെല്ലോ കളറിനകത്ത് ഡ്രൈവിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ കത്തും. പിന്നെ അതേപോലെ തന്നെ കയറ്റമൊക്കെ കയറുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ മോഡ് ഇവിടെ ചേഞ്ച് ചെയ്തുകൊണ്ട് വീണ്ടും കയറ്റം കയറ്റേണ്ട ആവശ്യമില്ല. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറ്റം കയറും. പിന്നെ അതേപോലെ തന്നെ ഇതിന് ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ റീജനറേഷൻ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് 300 കിലോമീറ്ററാണ് കമ്പനി നേരത്തെ പറഞ്ഞത്. 300 കിലോമീറ്ററാണ് പറയുന്നത്. അതിനകത്ത് ഇപ്പോൾ ബാറ്ററി ഒക്കെ നോക്കുകയാണെങ്കിൽ 64 കിലോമീറ്റർ ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നുണ്ട്. അതായത് ബാറ്ററി അങ്ങേയറ്റം കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഒരു സ്റ്റേജിലാണ് ബാറ്ററി ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരു ചാർജിങ് സ്ലോട്ടോ മറ്റു കാര്യം ഇവിടെയും വരുന്നുണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ സാധാരണ രീതിയിൽ നമ്മൾ ഓട്ടോറിക്ഷ കൊടുക്കുന്ന രീതിയിൽ സ്വിച്ചസ് കാര്യങ്ങൾ മറ്റു ഓട്ടോറിക്ഷ കൊടുക്കുന്ന എക്സ്ട്രാ സ്വിച്ചസിനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വണ്ടി ഓൺ ചെയ്താൽ ന്യൂട്രലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മോഡ് ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ ബ്രേക്ക് ചവിട്ടി അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇവിടെ മോഡ് ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ അതേപോലെ റിവേഴ്സും നമുക്കങ്ങനെ ബ്രേക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ബ്രേക്ക് ചവിട്ടിയതിന് ശേഷമാണ് മോഡ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ന്യൂട്രൽ വാഹനം നിർത്തിയിട്ടാൽ അല്ലെങ്കിൽ ഗിയറിനകത്ത് ഫോർവേഡിനകത്ത് ഡ്രൈവിങ്ങിനകത്ത് വാഹനം നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ന്യൂട്രലിലേക്ക് വാഹനം മാറും. പിന്നെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഇവിടെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് വീണ്ടും നമ്മൾ ഡ്രൈവിംഗ് മോഡിലേക്ക് മാറുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ സ്പീക്കേഴ്സിൻ്റെ ഒക്കെ ഇവിടെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ട്യൂട്ടേഴ്സ് കാര്യങ്ങളൊക്കെ വേണം ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബുക്കിംഗ് ഈ വാഹനത്തിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ ഒരാൾക്ക് വളരെ വിശാലമായിട്ട് ഇരിക്കാൻ പറ്റും. നല്ല സ്പേസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് ഇൻറ്റീരിയർ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കമ്പനി ഈ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടാണ് വാഹനം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറമെ എക്സ്ട്രാ വർക്ക് കാര്യങ്ങളൊക്കെ ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ പിറകിൽ 2 ഇത് കണ്ടോ, ഒരു പിടിക്കാനുള്ള ഒരു ഹാൻഡിൽ പോലത്തെ ഒരു കൊടുത്തത് കണ്ടോ. ഇത് പിറകിൽ സീറ്റ് വരുന്ന വാഹനം വരുന്നുണ്ട്. അതിനാണ് ആ ഒരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുള്ള ആളുകൾക്ക് ജസ്റ്റ് നമ്മളെ വീഡിയോനകത്ത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ആയിട്ട് തരും. വടകരയൊക്കെ ഇതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഒരു ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് വാഹനം ഇറങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നല്ല ഓടിച്ചിട്ട് നമുക്ക് സാധാരണ ഓട്ടോറിക്ഷയിലൊക്കെ നമ്മൾ ഇത്തരത്തിൽ വലിയ വാഹനത്തിൽ ഒരു കുലുക്കം ഉണ്ടാകും. അതായത് ആക്ഷൻ കൂടുതലായിരിക്കും. അത്തരത്തിലൊരു ആക്ഷനും നമുക്ക് ഈ ഇലക്ട്രിക് വാഹനത്തിൽ ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല. ശരിക്ക് കാറ് ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു ഫീച്ചേഴ്സാണ് ജസ്റ്റ് നമ്മൾ ഓടിച്ചതിന് ശേഷമാണ് പറയുന്നത്. അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് ഈ വാഹനത്തെപ്പറ്റി ടെസ്റ്റ് റൈഡ് എടുത്തതിന് ശേഷം 100% നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വാഹനം എടുക്കുക. നമ്മൾ പറഞ്ഞതിൻ്റെ പേരിൽ യാതൊരു കാരണവശാലും വാഹനം എടുക്കേണ്ടതില്ല. ഇതിൻ്റെ ചെറിയ മോഡൽ റേഞ്ചൊക്കെ നല്ല അഭിപ്രായമാണ്. അപ്പോൾ അതേ രീതിയിൽ ഈ ഒരു വാഹനവും ആ ഒരു അഭിപ്രായത്തിൽ തന്നെയായിരിക്കും ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ബ്രേക്കിൻ്റെ സാധാരണ രീതിയിൽ ഇവിടെ കട്ടയൊക്കെ പല ആളുകളും വെക്കാറുണ്ട്. അപ്പോൾ വണ്ടി കമ്പനി അതൊക്കെ കണക്കാക്കിയിട്ട് ഇവിടെ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. കാല് വെക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാല് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് വലിയ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചിട്ട് ഹെഡ്ലൈറ്റ് ഇങ്ങനെയാണ് ഹെഡ്ലൈറ്റ് വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് വൈറ്റ് ഇൻഡിക്കേറ്ററാണ്. നമ്മൾ ഇപ്പോൾ ഹസാർഡ് ഇൻഡിക്കേറ്റേഴ്സ് ജസ്റ്റ് ഓൺ ചെയ്ത് ഇനി വാഹനം നമ്മൾ ഓടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നോക്കാം. നമ്മളെ ബജാജിൻ്റെ ടോപ്പ് എൻഡ് മോഡലാണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയുടെ സെയിം മോഡൽ ഇവിടെ കണ്ട. ഇതിനകത്ത് ഡ്രൈവിങ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ റേഞ്ച് മോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആയിക്കോളും. കൂടുതൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അത്
യെലോയിലേക്ക് മാറും, ഒരു നോർമലിലാണെങ്കിൽ ഒരു ഗ്രീൻ എക്കണോമിയിലേക്ക് മാറും. അപ്പോൾ നല്ല വലിച്ചിലുണ്ട് വണ്ടിക്ക്. ഇപ്പോൾ നമ്മളൊരു 35 സ്പീഡിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. 35, 38. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആരെങ്കിലുമൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ നൽകാൻ വിട്ടുപോയിട്ടുണ്ട്, അതുകൂടി നൽകുക. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.